വെൽക്കം ബാക്ക് ടു സെക്കൻഡ് പാർട്ട് ഓഫ് കാശ്മീർ ഡേ. ഇത് ഇന്ന് നമ്മൾ 2 പ്ലേസസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സാഫ്രോൺ കൃഷി. ഇവിടുന്നാണ് ഗൈസ് നമ്മളിവിടേക്ക് സാഫ്രോണിന്റെ പ്രൊഡക്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ സാഫ്രോൺ കൾട്ടിവേഷൻ ഏരിയ. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെഹൽഗാമിലോട്ടാണ്. പിന്നെ ഇതേ പുള്ളിക്കാരൻ കുറച്ച് സമയം നമ്മളത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സാഫ്രോൺ കൾട്ടിവേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇതിന്ന് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ സാഫ്രോണിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. മാത്രമല്ല ഇവിടെ ചെന്ന പാടെ നമുക്ക് ഒരു കാവ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം പറഞ്ഞ പോലെ തന്നെ ഒതന്റിക് ആയിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സാഫ്രോണിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. അതിനിടയിൽ ഒരു സംഭവം എൻ്റെ കണ്ണിപ്പെട്ടുട്ടോ. അതായത് നമ്മുടെ ആപ്പിൾ പിക്കിളില്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ടേസ്റ്റ് ചെയ്യണത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലോട്ട് പോവാണ്, പെഹൽഗാമിലോട്ട്. ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം എടോ വല്ല നോക്കാതെ നമ്മൾ ഇത് കയറിയിരുന്നത് ഈ ഒരു സംഭവത്തിലായിരുന്നു കേട്ടോ. കുതിരമലായിരുന്നു. ഹോഴ്സ് റൈഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹോഴ്സ് റൈഡിംഗ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബൈക്ക് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കുതിര ലേറ്റ് ആയിരുന്നു. എല്ലാവരും പോയതിനു ശേഷം അവസാനം നമ്മൾ പോയത് കൂടെ രസമുണ്ട്, രസമുണ്ട് കുതിരേണ്ടിട്ട്. സംഭവത്തിൽ ഇവർ ലവാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട്, കാരണം രണ്ടുപേരും ഒരുമിച്ച് സ്പീഡ് കൂടും, ഒരുമിച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ പ്ലേസ് ഉണ്ടല്ലോ, അത് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അടിപൊളിയായിരുന്നു. ബുക്കിന്റെ ഫസ്റ്റ് പേജിലും അതുപോലെ തന്നെ ഡിസ്നി ചാനലൊക്കെ കാണില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാന്ന് പറയില്ല. ഇതിനിടയിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബയ്യന്മാർ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഇതുപോലെ തന്നെയായിരുന്നു. ഇത് പോകുന്ന സമയത്ത് എൻ്റെ കുതിരക്ക് പ്രാന്ത് ഇളകിയതാന്ന് തോന്നുന്നുണ്ട്. എന്ത് പോക്കാ പോയിരുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോഴ്സ് റൈഡിംഗ് ആയിരുന്നു കേട്ടോ. ഇതിലായിരുന്നു നമ്മുടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ടൈം 6 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇത് ഈ ഒരു മാഗി കിട്ടുന്നത്. നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ടായിരുന്നു നമ്മൾ എന്നെ ഇരുന്ന് സെർവ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.